ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അഡീഷൻ ആണല്ലേ, കൂട്ടൽ. എങ്ങനെയാണ് നമുക്ക് രണ്ട് സംഖ്യകൾ കൂട്ടുക എന്നുള്ളത് നോക്കാം. യെസ്, അപ്പോൾ ആദ്യം തന്നെ മക്കൾ നോക്കിക്കോ. ആദ്യം ഒരു സിമ്പിൾ കണക്കാണ് ഈ സാറ് തരുന്നത്. 22 പ്ലസ് ഇത് പ്ലസ് ആണല്ലേ, ഈ ചിഹ്നം പ്ലസ് ആണ്, അഡീഷൻ്റെ ചിഹ്നമാണ് അല്ലേ, കൂട്ടലിൻ്റെ ചിഹ്നമാണ് ഇത്. കൂട്ടണം 34. നമ്മളെങ്ങനെയാണ് ചെയ്യുക? എപ്പോഴും എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുക. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ കൂട്ടുക, താഴെ എഴുതി വെക്കുക. അപ്പോൾ 2ഉം 4ഉം കൂട്ടിയാൽ എത്രയാ? 2ഉം 4ഉം കൂടെ കൂട്ടാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. 4ലേക്ക് 2 കൂട്ടുക അല്ലേ. അപ്പോൾ 4ഉം 2ഉം കൂട്ടിയാൽ എത്രയാ? 6. അപ്പോൾ ആൻസർ ഞാൻ അതിൻ്റെ താഴെ എഴുതി വെച്ചു. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയടാ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത അക്കങ്ങളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ആൾക്കാരല്ലേ. അടുത്തപ്പോൾ നമ്മൾ ഏതാ കൂട്ടേണ്ടി വരിക? 2ഉം 3ഉം കൂടെ കൂട്ടണം. സിമ്പിൾ അല്ലേ? 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടും മക്കളെ? 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ശരിയല്ല? അപ്പോൾ ആൻസർ എത്രയാ? 56. റെഡി അല്ലേ? യെസ്. ഇനി സാറ് വേറൊരു കണക്ക് കൂടെ ചെയ്തുതരാം ഇതുപോലെ തന്നെ. ആദ്യത്തെ കണക്ക് നോക്കിക്കോ. 48 പ്ലസ് 11. ഇതെങ്ങനെയാണ് ചെയ്യുക? 48 പ്ലസ് 11. ആദ്യം സാറ് പറഞ്ഞു നമ്മൾ ഏത് സൈഡാണ് നോക്കുക? ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ 8ഉം 1ഉം കൂട്ടുക. 8ഉം 1ഉം കൂട്ടിയാൽ എത്രയാ? 9. ശരിയല്ലേ? അടുത്തത് ഈ സൈഡ് നോക്കുക. ഈ സൈഡ് എങ്ങനെ നോക്കുക? 4ഉം 1ഉം കൂട്ടുക, അപ്പോൾ 5 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള വേറൊരു കണക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, നോക്കിക്കോളൂ. ഇതാ 45 കൂട്ടണം 66 കേട്ടോ. 45 പ്ലസ് 66 ആണ് നമ്മൾ കൂട്ടേണ്ടത്. എപ്പോഴും നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തുടങ്ങണം. ശരിയല്ലേ? ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങേണ്ടത്. ശരിയാണല്ലോ? യെസ്. അപ്പോൾ 5ഉം 6ഉം കൂട്ടാം. 5ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആരെയും കിട്ടുക? 11 കിട്ടുക മക്കളെ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏറ്റവും അവസാനത്തെ സംഖ്യ വേണം ഇവിടെ എഴുതാൻ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ 11 ഏറ്റവും അവസാനത്തെ സംഖ്യ ഇതല്ലേ, 1 ആ 1 അവിടെ എഴുതാം. റെഡി? പിന്നെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള സംഖ്യ നമ്മൾ എവിടെ എഴുതണമെന്ന് അറിയോടാ? ഇതിൻ്റെ മുകളിൽ എഴുതണം. ഇവിടെ മുകളിൽ എഴുതി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇയാളെയും തമ്മിൽ കൂട്ടാം. അപ്പോൾ 1ഉം 4ഉം 6ഉം കൂട്ടാം. അപ്പോൾ എന്താ കിട്ടുക? 11 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിളാണല്ലോ. ഇനി അടുത്ത് നോക്കിയാലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66 പ്ലസ് 48. സാറ് പറഞ്ഞതുപോലെ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. ഇവിടെ നിന്ന് തുടങ്ങാം. 6ഉം 8ഉം കൂടെ കൂട്ടി എത്രയാ? 6ഉം 8ഉം കൂട്ടി എത്രയാ? സാർ ഇവിടെ എഴുതുന്നുണ്ട്. 6ഉം 8ഉം കൂടെ കൂട്ടി എത്രയാടാ? 14 അല്ലേ. 14 ഏറ്റവും അവസാനത്തക്ക ഏതാ? 4 അല്ലേ. അപ്പം 4 നമ്മളിവിടെ എഴുതി, ബാക്കി 1 ഇതിൻ്റെ മുകളിൽ എഴുതി അല്ലേ. ഈ 1ഉം 6ഉം 4ഉം കൂടെ കൂട്ടും. അപ്പോൾ എത്ര കിട്ടും? 11 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണല്ലോടാ. യെസ്. അപ്പോൾ ഇനി സാറ് കുറച്ച് ഹോംവർക്ക് തരാം. എന്ത് ചെയ്യണം മക്കൾ? ഇത് ചെയ്യണം. ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ തരുന്നുണ്ട്, നോക്കിക്കോളൂ. 68 പ്ലസ് 77, 44 പ്ലസ് 56. റെഡി അല്ലേ? യെസ്. ഇനി 22 പ്ലസ് 35. സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അത് ചെയ്ത് നോക്കുക. 1, 2, 3 വട്ടം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.